സ്ട്രെസ്സ് നിങ്ങളുടെ ഓട്ടോഇമ്മ്യൂണിറ്റിക്ക് കാരണമാകുമെന്നും, അതേപോലെ തന്നെ അത് ഫ്ലെയർ അപ്പിന് കാരണമാകുമെന്നും പറഞ്ഞാൽ വിശ്വസിക്കുമോ? സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ മാത്രം ബാധിക്കുന്ന ഒരു കണ്ടീഷൻ അല്ല. സ്ട്രെസ്സ് നമ്മളുടെ ശരീരത്തെ ബാധിക്കും. എസ്പെഷ്യലി കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് അധികമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ബാക്കിയുള്ള ഹോർമോൺ പ്രൊഡക്ഷൻസ് ഡിക്ലൈൻ ആകും. അതുപോലെ തന്നെ സ്ട്രെസ്സ് അധികമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നാച്ചുറലായിട്ട് സപ്രസ് ചെയ്യപ്പെടും. കാരണം സ്ട്രെസ്സാണ് എമർജൻസി. ഇമ്മ്യൂൺ സിസ്റ്റം അത്രത്തോളം എമർജൻസി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പല പേഷ്യൻസിൻ്റെയും ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവരുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർക്ക് ഫ്ലെയർ അപ്പ് വരുന്നതും, അതുപോലെ തന്നെ ഈവൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തത് പോലും പലപ്പോഴും അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഓട്ടോ ഇമ്മ്യൂണിറ്റീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗയും മെഡിറ്റേഷനും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഹോബികളും, അതുപോലെ തന്നെ നമ്മളുടെ തോട്ട് പ്രോസസ്സുകളും, അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മളുടെ സംസാര രീതിയും എല്ലാം നമ്മളുടെ സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.